15-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, എൻ്റെ ജനമോ, ആമേൻ, സ്തോത്രം, എൻ്റെ ജനമേ എന്നെ മറന്ന് എന്ത് ചെയ്യുന്നു? മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോയി. പ്രൈസ് ദി ലോർഡ്. എന്താ ചെയ്തത്? മിഥ്യാമൂർത്തികളുടെ, മിണ്ടാതിരിക്കുന്ന മനുഷ്യന്റെ കൈവേലകളാൽ സൃഷ്ടിക്കപ്പെട്ടു വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അവർ അവരുടെ ആവശ്യങ്ങളുമായി പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇതിന്റെ ജീവിതത്തിനകത്ത് നിത്യ പരിഹാസമായി തീരും. ഹല്ലേലൂയ. ഇതൊരു മനുഷ്യൻ പറഞ്ഞതല്ല കേട്ടോ. ദൈവം തൻ്റെ ആമേൻ ആമേൻ സ്തോത്രം ഒരു പ്രഖ്യാപനം എന്ന പോലെ ജനത്തിന് കൊടുത്തിരിക്കുന്ന ആലോചന, നിത്യതയ്ക്കായി ഒരുങ്ങേണ്ട ജനം, നിത്യത മുതൽ നിത്യത വരെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കേണ്ട ജനം, ദൈവത്തിൻ്റെ സാക്ഷ്യമായി നിൽക്കേണ്ട ജനം, ദൈവത്തിൻ്റെ മുൻപിൽ അവർ വഷളന്മാരായി തീർന്നപ്പോൾ ദൈവം അടങ്ങിയിരുന്നില്ല. അതുവരെയുള്ള പ്രാർത്ഥനകൾ അവർക്ക് ഇല്ലാതായി, അതുവരെയുള്ള യാഗങ്ങൾ നിർത്തലായി, അതുവരെ ദൈവത്തെ ആരാധിക്കേണ്ട ആരാധനകൾ അവിടെ ഫുൾ സ്റ്റോപ്പിട്ട് മുൻപിലോട്ട് യാഗപീഠങ്ങൾ ഇടിയപ്പെട്ടു, യാഗപീഠങ്ങൾ തകർക്കപ്പെട്ടു. എന്നാൽ ഇന്ന് രാത്രിയിൽ നോക്കിക്കേ, അവർ പാർക്കുന്ന ദേശത്ത് തന്നെ നിത്യ പരിഹാസമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ വന്നത്? ആമേൻ സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ ആമേൻ വലിയ ദയയുടെ അകത്തളങ്ങളിലേക്ക്, ഒരു അധ്യായത്തിലേക്ക് നമുക്ക് വരാമോ? ആമേൻ. 19-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 19-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അടുത്ത അധ്യായം തന്നെ, ആമേൻ, യിരെമ്യാവിൻ്റെ പുസ്തകം 19-8 നമ്മൾ വരുമ്പോൾ അവിടെ ആമേൻ സ്തോത്രം ആ നഗരത്തെക്കുറിച്ചൊരു ദൂത് യിരെമ്യാവിൽ കൂടെ ദൈവം അറിയിക്കുക. സ്തോത്രം. നോക്കിക്കേ, അതിൻ്റെ 7-ാമത്തെ വാക്യമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ യഹൂദയുടെയും യെരുശലേമിൻ്റെയും ആലോചനയെ നിഷ്ഫലമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഒരു ദിവസം യാഗങ്ങൾ നടക്കുന്നില്ല, ദൈവം ഇഷ്ടപ്പെടുന്ന യാഗങ്ങളോ പ്രാർത്ഥനകളോ നടക്കുന്നില്ല. ദൈവം ജനത്തിനെ അതാത് സമയത്ത് അവർക്ക് വേണ്ടിയത് കൊടുത്ത് മുൻപിലോട്ട് നയിക്കപ്പെടുമ്പോൾ നമുക്കറിയാം, ഇന്ന് രാത്രിയിൽ ആമേൻ ചുറ്റുപാട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇന്നലെ വരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണിൽ കണ്ണുനീരില്ല, പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, വചനധ്യാനമില്ല. ആമേൻ സ്തോത്രം. ആരാധനയ്ക്ക് കൂട്ടായ്മകൾക്കൊന്നും അവർ കടന്നു പോകുന്നില്ല. കാരണം അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കൊടുത്തപ്പോൾ ദൈവത്തെ അവർ എന്നേക്കുമായി മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാവിൽ പാട്ട് വരേണ്ട സ്ഥലത്ത്, നാവിൽ ആരാധന വരേണ്ട സമയത്ത്, നാവിൽ അന്യഭാഷ വരേണ്ട സ്ഥലത്ത്, ആമേൻ, മറ്റു കാര്യങ്ങൾക്ക് അവർ കൂട്ടായ്മകൾക്കും അവരുടെ സമയങ്ങൾ വേർതിരിക്കപ്പെടുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ നീതി ശക്തമായി വെളിപ്പെടുകയെ. വായിച്ചാട്ടെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ഈ നഗരത്തെ തമ്പനത്തിനും പരിഹാസത്തിനും വിഷയമാക്കി തീർക്കും. അതിനരികെ കടന്നു പോകുന്ന ഏവനും സ്തംഭിച്ച് അതിന് നേരിട്ട് സകല ബാധകളും നിമിത്തം ചൂളകുത്തും. ദൈവം ചിലത് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പ്രാർത്ഥിക്കാനൊന്നും പോണ്ട. സ്തോത്രം. ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നേ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഒന്നിനെ ഏൽപ്പിച്ചു കൊടുത്താൽ സ്തോത്രം, പിന്നെ അതിൻ്റെ വായിൽ നിന്ന് വരുന്ന സ്തോത്രമൊന്നുമല്ല. പിന്നെ പാസ്റ്റർമാരെ കുത്തിന് പിടിക്കും, പാസ്റ്റർമാരെയും പാസ്റ്റർമാരെയൊക്കെ അടിക്കാൻ പിടിക്കും. കാരണം അവനിൽ വ്യാപരിച്ചിരുന്ന ദൈവാത്മാവ് വിട്ടുപോകുമ്പോഴാണ് അവൻ സഭയ്ക്ക് നേരെ തിരിയുന്നത്. അഭിഷക്തന്മാർക്ക് നേരെ തിരിയുമ്പോൾ ശ്രദ്ധിക്കൂ, അവനെ ഭരിക്കുന്നത് ദൈവം അയച്ച ദുരാത്മാവാ. നിത്യതയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ജനം, ആമേൻ, നിത്യതയ്ക്ക് വേണ്ടി ആമേൻ മോശയാൽ വിളിക്കപ്പെട്ട ജനം, മോശയാൽ നയിക്കപ്പെട്ട ജനം ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്നറിയാമോ? ദൈവം ഏൽപ്പിച്ച ബാധയുടെ മുൻപിലാ. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഇന്നലെ വരെ പ്രാർത്ഥിച്ച് സഹായിച്ചവരെ ആമേൻ നേരെ മുട്ടി ചുരുട്ടുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്നലെ വരെ സ്തോത്രം ചെയ്ത നാവുകൊണ്ട് അനാവശ്യ വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്നലെ വരെ ആമേൻ നിന്നെ ചേർത്ത് പിടിച്ചവൻ നിന്നെ അടിക്കാൻ കൈ ഓങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. നിനക്കെതിരെ പടവാൾ ഓങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അവനെ ഭരിക്കുന്നത് ദൈവമയച്ച ബാധയാണ്. സ്തോത്രം.
ഈ ദിവസങ്ങളിൽ ദൈവജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. 2025 പോലെ അല്ല 2026. ആമേ, കൊടും ക്ഷാമങ്ങൾ കുത്തി മുളയ്ക്കുന്ന ഒരു വർഷമായിരിക്കും. വെള്ളത്തിന് പോലും മനുഷ്യൻ ആമേൻ വാവിട്ട് വിളിക്കുന്ന കാലഘട്ടം വരാൻ പോകുന്നു. 25 പോലെ അത്ര സൂക്ഷ്യത്തില്ല കേട്ടോ. ഹല്ലേലൂയ. 21, 22, 23 ആമേ കോവിഡ് ആയിരുന്നെങ്കിൽ ഇതാ 26 നിങ്ങൾ കുറിച്ചു വച്ചോ. ഇതുപോലെ നല്ല സുഖം വരത്തില്ല. പ്രാർത്ഥനയ്ക്ക് വില കൊടുക്ക്, ആരാധനയ്ക്ക് വില കൊടുക്ക്, ദൈവത്തിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഇല്ലെങ്കിൽ ദൈവം ചിലടുത്ത് ദൈവത്തിന്റെ ബാധ ഇറക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. കണ്ടില്ലേ ആമേൻ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ, ആർക്കും കീഴ്പ്പെടാൻ കഴിയാതെ ഞാൻ പിടിക്കുന്നതാണ് വലുതെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ഈ നാളുകളിൽ പ്രാർത്ഥന പോലും ആമേൻ വേണ്ടുമുണ്ട് ലഭിക്കാതെ, പ്രാർത്ഥിക്കാൻ പോലും ഇരിക്കാതെ, ആരാധിക്കാൻ പോലും ഇരിക്കാത്ത ഒരു കൂട്ടം പേരെ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവസഭയ്ക്കോ ദൈവ മക്കൾക്കോ ആമേൻ വേണ്ടും വണ്ണം ആമേൻ പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കാൻ കഴിയാത്തൊരു സമൂഹത്തിന്റെ മധ്യത്തില് നാം ആയിരിക്കുന്ന ദൈവകുഞ്ഞ്, ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ദൈവം ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ ആർക്കും അതിനെ ശാന്തമാക്കാൻ കഴിയില്ല. അതാണ് യിരെമ്യാവിനോട് പറഞ്ഞത്, ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ നേരെ മുട്ടി ചുരുട്ടവന് വേണ്ടി എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. സ്തോത്രം. നിനക്കെതിരെ ആമേ വാ തുറന്നവന് നേരെ നീ പ്രാർത്ഥിക്കരുത്. അടി നീ വാങ്ങിക്കും. യിരെമ്യാവേ, നീ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ അടി വാങ്ങിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അഭിഷക്തന്മാർക്ക് നേരെ, കൊടി പിടിച്ചവർ നേരെ നീ വല്ലതും പറഞ്ഞാൽ നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ട, മധ്യസ്ഥ അണയ്ക്കണ്ട. സ്തോത്രം. അങ്ങനെ ചെയ്താൽ ദൈവം വിടത്തില്ല. ദൈവം ആരെന്ന് അറിയാവോ? ആമേൻ, തീഷ്ണതയുള്ള ദൈവമാണ്. തീഷ്ണതയുള്ള ദൈവം. ഹല്ലേലൂയ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊങ്കച്ച് ധരിച്ചവൻ, വെള്ളോട്ട് സരസ്വരൂപമുള്ള പാദമുള്ളവൻ, പെരുവെള്ളത്തിന് ഇരച്ചു പോലെ ശബ്ദമുള്ളവൻ. ഈ കർത്താവിന്റെ കണ്ണിൽ നിന്ന് ആർക്കെങ്കിലും മാറിപ്പോകാൻ പറ്റുമോ? പറ്റത്തില്ല. എവിടെ പോയി ഒളിക്കും? സമുദ്രത്തിൽ ഒളിക്കുമോ? പറ്റത്തില്ല. സമുദ്രത്തിന്റെ അടിയിൽ പോയി പാവിരിച്ചാലും അവിടെ എന്റെ കരമെത്തുമെന്ന് സങ്കീർത്തനം വിളിച്ചു പറയുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ മുൻപിൽ ആമേൻ സ്തോത്ര ഉഴപ്പ് പരിപാടി നടക്കത്തില്ല. ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിക്കുക തന്നെ വേണം. ഹല്ലേലൂയ. പിന്നെ ഒരു സാക്ഷ്യം കേൾക്കാൻ പോകും. 2025 ലാസ്റ്റ് ആമേൻ ഒരു സാക്ഷിയുണ്ട്. അന്ന് എഴിക്കാൻ വയ്യാത്തവർ എഴിക്കും. കസേരെ പിടിച്ചു നിന്നിട്ട് വിറയലോടെ പറയും, ഞാൻ ഇന്ന് മുതൽ കർത്താവേ നിനക്ക് വേണ്ടി ഞാൻ പടവെട്ടാൻ പോകുകയാ. അതുവരെ നല്ല ചാട്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ കൈയും കാലൊക്കെ ഒടിഞ്ഞ് സോക്ഷിച്ച് തീർന്നിരിക്കുക. ഇന്ന് മുതൽ കർത്താവേ, അങ്ങനെയല്ല പറയേണ്ടത്. കർത്താവേ, ഇന്ന് മുതൽ ഞാൻ പാസ്റ്റർമാർക്കെല്ലാം പണി വയ്ക്കും. അങ്ങനെയാ പറയേണ്ടത്. അതാണ് സാക്ഷ്യം. അല്ലാതെ ഇന്ന് മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് വയസ്സ് 85, ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു. ഒരു വാക്കും പറയും. ഈ കേട്ട് ഞങ്ങളെ പാസ്റ്റർമാരുടെയൊക്കെ ചെവികളൊക്കെ ഏകദേശം അടഞ്ഞു വന്നു തുടങ്ങി. സ്തോത്രം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നുകൂടെ ക്ലീൻ ചെയ്താലേ ഇതിൽ പോയി ഇരിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്താ വാക്യം പറഞ്ഞത്? ഞാൻ ഈ നഗരത്തെ അതറിയണ്ടേ? ആരാ ഇളക്കാൻ പോകുന്നേ? സ്തോത്രം. നോക്കിക്കേ, അതെങ്ങനെ ഇളക്കുന്നറിയാമോ? ആമേ, ചെറിയ ഇളക്കുന്നല്ല കേട്ടോ ഇളക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേ, മനുഷ്യ ഇളക്കുന്ന ഒരു പരിധിയുണ്ട്. പക്ഷെ ദൈവം ഇളകി കഴിഞ്ഞാലേ ഭയങ്കരമായിരിക്കും. വായിച്ച 7-ാമത്തെ വാക്യം. അങ്ങനെ ഞാൻ ഈ സ്ഥലത്ത് വെച്ച യഹൂദായുടെയും യെരൂശലേമിന്റെയും ആലോചനയെ നിഷ്ഫലമാക്കും. ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ വാൾ കൊണ്ടും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈ കൊണ്ടും വീഴുമാറാക്കുകയും അവരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കി കൊടുക്കുകയും ചെയ്യും. കണ്ടോ? ദൈവം കൊണ്ടുവന്ന ജനം ദൈവത്തിന് നേരെ തിരിഞ്ഞപ്പോഴും ആലയങ്ങൾക്ക് നേരെ തിരിഞ്ഞപ്പോഴും ദൈവസഭയ്ക്ക് നേരെയും ദൈവഭക്തന്മാർക്ക് നേരെയും തിരിഞ്ഞപ്പോൾ ദൈവം അമ്മ കൊടുക്കുന്ന പണി കണ്ടോ? സ്തോത്രം. ചെറുതൊന്നുമല്ല കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. വലിയ പണിയാ ദൈവം തരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ചെറുതൊന്നുമല്ല, വലുത് വലിയ വർക്ക്. കർത്താവ് ചെയ്യുന്നതെല്ലാം ബെഡാ വർക്കുകളാണ്. സ്തോത്രം. ചെറുതൊന്നും കർത്താവ് ഏറ്റെടുക്കത്തില്ല. വലിയ കാര്യങ്ങൾ മാത്രമേ കർത്താവ് ഏറ്റെടുക്കത്തുള്ളൂ. കർത്താവ് ഏറ്റെടുക്കുന്നത് കൃത്യമായി ചെയ്യുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയേ, ആമേ 8-ാമത്തെ വാക്യം പറയുന്നത് ആമേ സ്തോത്രം, സ്തംഭം. ആമേ, ഒരു സ്തംഭനം പോലെ എന്ന് പറഞ്ഞാൽ അവർ സ്തംഭിച്ചു നിൽക്കും. അപ്പോൾ തന്നെ ആമേ പരിഹാസത്തിനും
ആമേൻ വിഷയമാക്കി തീർക്കുകയും, ആമേൻ അത് മാത്രവുമല്ല കേട്ടോ, ആമേൻ നേരിട്ട് സകല ബന്ധങ്ങളും നിമിത്തം ചൂള കത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാവരും കൂടെ ചേർന്ന്. ആമേൻ. ഈ പണ്ട് ചില അപ്പച്ചന്മാരൊക്കെ പറയാറുണ്ട്, കാട്ടിക്കോട് മൂട്ടിക്കോട് മണ്ടിക്കാള. കേട്ടിട്ടുണ്ടോ ഈ പഴഞ്ചൊല്ല്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കാട്ടിക്കോട് മൂട്ടിക്കോട് മണ്ടിക്കാള എന്ന് പറഞ്ഞാൽ ദൂരെ നിന്നിട്ട് കാട്ടിക്കോട് ചെയ് നീ ഇപ്പൊ ചെയ്ത് അതോടെ തീർന്നു. എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച്, ആമേൻ, എല്ലാം കൂടെ ചെയ്ത് പിടിപ്പിച്ച് വച്ചു കൊടുത്തിട്ട് ഈ പറഞ്ഞവരെല്ലാം അങ്ങ് മാറും. ലാസ്റ്റ് കിടന്ന് ഈ കാള കൊണ്ട് ഇളുക്കും. സ്തോത്രം. ഇതുപോലെ ഇന്ന് ഏറ്റവും ദൈവമ ഇതല്ലേ. ഹല്ലേലൂയ. വാക്കുകളുടെ പെരുപ്പത്തിനൊന്നും നീ പെട്ടുപോകരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടുമ്പോൾ ദൈവം ചിലടത്ത് ചൂളകുത്തുന്ന രീതിയിൽ ഇറക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്റെ നേരെ വന്നതിനെ ഓർത്ത് പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ പദ്ധതിയിലിരിക്കുമെങ്കിൽ ദൈവം ചിലത് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞാൽ ദൈവാത്മാവിൽ സ്തോത്രം ചെയ്യാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ചലഞ്ചായിട്ട് ഏറ്റുകട്. പ്രൈസ് ദി ലോർഡ്. നാം യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രശ്നമുണ്ട്. പക്ഷെ ദൈവം യുദ്ധം ചെയ്യാൻ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ദൈവം അടങ്ങിയിരിക്കത്തില്ല. എല്ലാ ദിവസവും കർത്താവ്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, ഇത്രയും ഞാൻ ചെയ്തല്ലോ, എന്താ നീ മിണ്ടാതിരിക്കുന്നത്? ദൈവം മിണ്ടാതിരിക്കുന്നതല്ല കേട്ടോ. ദൈവത്തിനൊരു സമയമുണ്ട്. അത് ദൈവം നോക്കിയിരിക്കുക. ആമേൻ. അവിടെ വച്ച് ദൈവം പിടിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ദൈവശബ്ദം കേൾക്കുന്ന ദൈവകുഞ്ഞ്, ഇന്ന് രാത്രി നിന്നോട് ദൈവാത്മ പറയുന്നത്, പലരും കാട്ടിത്തരും, പലരും നിന്നെ മൂട്ടിവിടും. പക്ഷേ അതിലേക്ക് ഇറങ്ങി ചാടാതെ ഈ ദിവസങ്ങളിൽ ഭയത്തിൽ നീ കീഴ്പ്പെട്ടിരിക്കുമെങ്കിൽ കർത്താവ് വരും ദിവസങ്ങൾ അതിന്റെ മഹിമ അതിന്റെ കണ്ണിൽ കാണുമ്പോഴും ചെവി കൊണ്ട് കേൾക്കുമ്പോഴും എവിടെ വച്ചാണോ ഇതിനെ പരിഹസിച്ചത്, എവിടെ വച്ചാണോ ഇതിനെ നിന്ദിച്ചത്, അതേ സ്ഥലത്ത് വച്ച് അതേ ജനം നോക്കി നിൽക്കെ നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. എവിടെയാണോ നിന്നെ പരിഹസിച്ചത്, എവിടെയാണോ നിന്നെ നിത്യ പരിഹാസമാക്കി വച്ചത്, എവിടെയാണോ എല്ലാവരും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചത്, അതേ സ്ഥലത്ത് അതേ വ്യക്തികൾ അതേ സമൂഹം നോക്കി നിൽക്കെ നിന്നെ ദൈവം മാനിക്കും. എന്റെ ദൈവം ആരാ? ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്നെ ഇന്ന് രാത്രിയിൽ എവിടെയാണോ നിന്നെ തുച്ഛീകരിച്ചത്, എവിടെയാണോ നിന്നെ പഴിച്ചത്, എവിടെയാണോ നിന്നെ മാറ്റി നിർത്തിയത്, അതേ പട്ടണത്തിൽ വച്ച് ദൈവത്തിനെ മാനിക്കും. അതേ സമൂഹം നോക്കി നിൽക്കേ ദൈവം നിന്നെ ആദരിക്കും. നിന്റെ കയ്യിൽ ജണ്ട് തരും, നിന്റെ കഴുത്തിൽ പൂമാലയിട്ട്. ഓ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആരോടോ ദൈവാത്മ പറയുന്നു, നിന്നിച്ച സ്ഥലത്ത് നിന്നെ മാനിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത വ്യക്തിയുടെ വായിൽ നിന്ന് കേട്ട് കരഞ്ഞ കണ്ണുനീര് അതേ നിലത്ത് സാക്ഷ്യം പറയുക, ഒരു ദൂത് പറയാ ഇന്ന് രാത്രി. പ്രവസിച്ചോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ ശത്രു മുഴുവനും പരിശ്രമിച്ച്, ആമേൻ, ഹല്ലേലൂയ, രാജാവിന്റെ ചെവിയിലെത്തി. രാജാവ് വെള്ളം കുടിക്കാതെ അവൻ അവിടെ ഇരിക്കുമ്പോൾ തന്റെ ഭാര്യ വിളിച്ചു പറ, എന്താ പറ്റിയത്? എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ പറയുക, ഓ പ്രൈസ് ദി ലോർഡ്, എനിക്ക് ആ മുന്തിരിത്തോട്ടം വേണം, എനിക്കത് വേണം, എനിക്കത് വേണം, എനിക്കത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇസബേൽ പറഞ്ഞു, നീ പേടിക്കാതിരിക്കുക, ഞാൻ തരാം. ഇന്ന് രാത്രി ദൂതിന് വേണ്ടി മാത്രം വരികയാ. പക്ഷെ നാബോത്തിന്റെ രക്തം അവിടെ ആ മുന്തിരിത്തോട്ടത്തിൽ വീണപ്പോൾ, ഹല്ലേലൂയ, കാലതാമസമില്ലേ. ഓ നാബോത്തിന്റെ കണ്ണുനീർ അവൻ നിന്ന സ്ഥലത്ത് വീണപ്പോൾ അവന് ചുറ്റും നിന്ന വ്യക്തികൾ കാണെ അവന് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ, അവന് ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, അത് ഇന്നുവരെ ആ സ്ഥലത്ത് രക്തനിലമൊന്ന പേരായെങ്കിൽ അഭിഷേകത്തെ എവിടെയൊക്കെയോ ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. ആമേ. ദേശത്തിന്റെ മധ്യേ നിങ്ങളെ പരിഹസിച്ചെങ്കിൽ, നിങ്ങളെ അപവാദം പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് നേരെ ആമേ പ്രയാസങ്ങൾ ഉന്നയിച്ചെങ്കിൽ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് ദൈവ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നെങ്കിൽ, അതെ, ഈ 25 കഴിയും മുൻപേ ചില നിറവേറ്റാൻ പോകുക ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ശമനപരഗതന വൈഡകരഗതുലി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ആ നിലത്തെ ദൈവം രക്തനിലമാക്കി. നാബോത്തിന്റെ രക്തം വീണ നിലമുണ്ടല്ലോ, ആമേ, പിന്നെ അതുപോലെ മുന്തിരി വിളഞ്ഞിട്ടില്ല, പിന്നെ അതുപോലെ കായ്ഫലം വന്നിട്ടില്ല, പിന്നെ അതുപോലെ അതിനകത്ത് നല്ല പുഷ്ടിയുള്ള ആമേ മണ്ണ് വന്നിട്ടില്ല. ഓ, ഫലങ്ങൾ മുളച്ചിട്ടില്ല. കാരണം നീതിമാന്റെ രക്തം, നീതിമാന്റെ കണ്ണുനീര്, ഓ, ഒരു ഫലമായി, ഒരു യുദ്ധക്കളമായി അതിനകത്ത് വീഴ്ത്തപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഭക്തേ, കുടുംബമേ, ആമേ, അതിനകത്ത് അതേ സ്ഥലത്ത് വച്ച് എവിടെയാണോ കണ്ണുനീർ വീണത് അതേ സ്ഥലത്ത് വച്ച് ഞാൻ മാനിക്കുന്ന സ്വർഗമെന്ന് പറയുവാനാ ദൈവം ഇന്ന് രാത്രി എന്നെ ആമേ അനുവദിക്കുന്നത്. സ്തോത്രം. ശമനപരഗതന വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ. കേൾക്കൂ, കേൾക്കൂ. ദൈവത്തിന്റെ ശബ്ദത്തിലേക്ക് ചെവി തിരിക്കുമ്പോൾ ഈ രാത്രി എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, എന്നെ കേൾക്കുന്ന അഭിഷക്തമാരെ, എവിടെയാ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞത് ആ ഭാഗത്തുനിന്ന് രാത്രി നിനക്ക് ജയം തരാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ജയത്തിന്റെ ദൈവമാണ്. അവൻ തോൽവിയുടെ ദൈവമല്ല, അവൻ ജയത്തിന്റെ ദൈവമാണ്. അവൻ പരാജയത്തിന്റെ ദൈവമല്ല, അവൻ ജയത്തിന്റെ ദൈവമാണ്. ആമേൻ. അവൻ യോഗ്യതയില്ലാത്തവനല്ല, അവൻ അത്യുന്നതനായ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ആമേ സ്തോത്ര പരസ്യഘോലങ്ങളെ ഈ രാത്രി പാദപീഠമാക്കുമ്പോഴും നിന്റെ വലത്തുഭാഗത്ത് ഇരിക്കാമെന്ന് പറഞ്ഞ അതേ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും ഉറക്കെ പ്രഖ്യാപിക്കാൻ അതരങ്ങളെ തുറന്ന് ഒരു സ്തോത്രം പറയുവാൻ ഈ രാത്രി തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ആമേ. കർത്താവ് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയുന്നത് പോലെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം തരും കേട്ടോ. ആമേൻ. ആ വചനത്തെ മുറുകെ പിടിക്കണം. ആമേൻ. ആ വചനത്തെ മുറുകെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് എല്ലാ വചനങ്ങളും ഇഷ്ടമാണ്, പക്ഷെ ചില വചനങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഓടി വരും. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തെ ദൈവം നമ്മോട് ധ്യാനിക്കുമ്പോൾ സംസാരിക്കും. എല്ലാ വചനത്തിലും സംസാരിക്കും കേട്ടോ. എല്ലാ വേദത്തിനകത്തുള്ള ആമേൻ ഈ പുസ്തകത്തിൽ 66 പുസ്തകത്തിനകത്തുള്ള എല്ലാ വചനവും നമ്മൾ സംസാരിക്കും. പക്ഷേ സംസാര ശൈലി വ്യത്യാസം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശൈലിക്ക് വ്യത്യാസമുണ്ട്, ആഴത്തിന് വ്യത്യാസമുണ്ട്, വാത്സല്യത്തിന് വ്യത്യാസമുണ്ട്. ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്രത്തോളം ദൈവസ്ഥലിലേക്ക് ഉടയുമോ കരയുമോ അതനുസരിച്ച് ദൈവം നമ്മോട് സംസാരിക്കും. ആമേൻ. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി ചില പുതിയത് ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ചില പുതിയത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിച്ച 8-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാമോ? 25-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 25-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ന്റെ 9. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും ഈ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും. കണ്ടോ? എൻ്റെ ദാസനായ ദാനിയേല്, എൻ്റെ ദാസനായ യിരെമ്യാവ്, എൻ്റെ ദാസനായ മോശ, എൻ്റെ ദാസനായ യോസേപ്പ്, എൻ്റെ ദാസനായ എന്ന് പറഞ്ഞു 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 വന്നപ്പോൾ ഇവിടെ നെബൂഖദ്നേസർ എൻ്റെ ദാസനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദാസനായ നെബൂഖദ്നേസർ രാജാവ്, ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ദൈവം ചിലടുത്ത് ദൈവം ഇളക്കും. അതെ, ഒരു ദൂതൂടെ പറയട്ടെ. ഈ ഏലിയാവിൻ്റെ സമയത്ത് അവിടെ പ്രവാചകന്മാരൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ ധൈര്യമില്ലായിരുന്നു. ധൈര്യമുള്ള പ്രവാചകന്മാരെ കൊണ്ടുവരും ദൈവം, ധൈര്യമുള്ളവരെ. ആമേൻ. വാളിൻ്റെ മുമ്പിൽ പിഴച്ചു മാറേണ്ടവരെ ഓടുന്നവരല്ല കൊണ്ടുവരുന്നത്. മുഖത്ത് നോക്കി ആലോചന പറയാൻ ദൈവം പ്രവാചകനെ കൊണ്ടുവന്നു. ആരെന്നറിയാൻ കൊണ്ടുവന്നത്? ആമേ ഏലിയാവിനെ. ഇന്ന് രാത്രി ഈ 26-ാമത്തെ ദിവസം, ഇനി വലിയ കുറച്ച് ദിവസം മാത്രം കേക്ക് കിട്ടുന്ന ആകപ്പാട് വയറൊക്കെ നിറഞ്ഞിരിക്കുന്നു. ആരും വായും തുറക്കുന്നില്ല, കണ്ണും തുറക്കുന്നില്ല. സ്വോത്രം. ക്രീമുള്ള കേക്കൊക്കെ ആയിരിക്കും. ഷുഗറൊക്കെ കൊണ്ട് നോക്കിയൊന്നുമില്ല, വേഗം തിന്നുകയാണ്. കുഴപ്പമൊന്നുമില്ല. ന്യൂ ഇയർ അല്ലേ, അല്ലെ ക്രിസ്മസ് അല്ലേ, അതുകൊണ്ട് കേക്ക് കിട്ടുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ ഇവിടെ വായിക്കുന്ന വാക്യം കേട്ടോ. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും, ശ്രദ്ധിക്കണം, വടക്കുള്ള സകല വംശങ്ങളെയും
ആമേൻ. വടക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, ഈ ദിക്കിനെ കുറിച്ച് പറയാൻ ആഗ്രഹമുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഈ ദിക്കിനൊരു പ്രത്യേകത കൊണ്ട് കേട്ടോ. ഓരോ ദിക്കിലും ഭരിക്കുന്ന രാജാക്കന്മാർ വ്യത്യസ്തന്മാരാ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ ദൈവജനം പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവജനം എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്? കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പ്രാർത്ഥന എവിടെ നിന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതെല്ലാം ബൈബിളിനകത്തുണ്ട്. സ്തോത്രം. അവിടെ നിൽക്കട്ടെ. ഞാൻ ആളയച്ച വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസരിനെയും ഈ ദേശത്തിന്റെ നേരെ, അതിലെ നിവാസികളുടെ നേരെയും, ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി. ആമേൻ. അപ്പോൾ നെബൂഖദ്നേസർ രാജാവിനെ ഇളക്കിയത് ആരാ? പറ. ഇളക്കിയത് ആരാ? ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ജനം മര്യാദയില്ലാത്ത ജനമാ. എത്ര കിട്ടിയാലും പഠിക്കാത്ത ജനമാ. ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കത്തില്ല, യാഗം കഴിക്കേണ്ട സമയത്ത് യാഗം കഴിക്കത്തില്ല, ദൈവത്തിന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കത്തില്ല. എപ്പോഴും ബിസിയാ. ജനത്തിന് ബിസിയാ. ഈ ജനത്തെ ഇളക്കാൻ രോഗത്തെ വിട്ടു ദൈവം. ഈ ജനത്തെ ഇളക്കാൻ ബാധയെ ദൈവം അയച്ചു. എന്നിട്ടും പഠിച്ചോ. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ജനം നിത്യതയുടെ ലക്ഷ്യത്തിനായി സഞ്ചരിക്കണം. അല്ലാതെ മിഥ്യാമൂർത്തിനടുത്തും മനുഷ്യദൈവങ്ങളുടെ അടുത്തും പോയി മുട്ടുകുത്താനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിളിച്ച വിളിയുടെ ആഴത്തിലേക്ക് ഇറങ്ങാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ ബലപ്പെടുത്തും. അതിനായി ശക്തീകരിക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ജനം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ സ്തോത്രം പറയുന്നത് എനിക്കറിയത്തില്ല അവിടെ ആരും കേൾക്കുമെന്നുള്ളത്. 5 വീട് കേൾക്കാൻ പാസ്റ്റർ, ഞാൻ സ്തോത്രം പറഞ്ഞ് 5 വീട് കേൾക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ സ്തോത്രം പറയുന്നത് 5 വീട് കേൾക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല പാസ്റ്റർ. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്നത് ഒരു 45 വീട് കേൾക്കും ഇവിടെ. സ്തോത്രം പറ. എൻ്റെ ഫ്രണ്ടിലെ നല്ല മൈക്കൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ, കണ്ടില്ലേ? നല്ല ബോട്ട്സിലൊക്കെ ആണ് പ്രസംഗിക്കുന്നത്. ആമേൻ. കാരണം ഇവിടെ ഒരു ദിവസം കേട്ടില്ലെങ്കിൽ പറയും, എന്താ ഇന്ന് അവിടെ അനക്കമൊന്നുമില്ലല്ലോ, ഇവിടെ ഇല്ലേ അദ്ദേഹം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. ആമേൻ. കഴിഞ്ഞ 2 ദിവസം ഈ മുറി ശൂന്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ നമ്മുടെ അധരദ്വാരങ്ങളെ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഒരു ശബ്ദം ദേശത്ത് മുഴങ്ങുമെങ്കിൽ ദൈവം ഒരു ബാധയെ അയച്ചാൽ അയക്കും മുമ്പേ മുട്ടുമടക്കണം ദൈവസന്നിധിയിൽ. സ്തോത്രം. ദൈവം ദേശത്ത്, ദൈവം തള്ളിക്കളഞ്ഞവനെ നീ പ്രാർത്ഥിക്കരുത്. ദൈവം അയച്ച ചില ബാധകളെ ഒരു കാര്യം പറയട്ടെ. ദൈവസഭയ്ക്ക് നേരെ കൈ ഉയർത്തിയാൽ അഭിഷേകം നഷ്ടപ്പെടും. ഉറപ്പായിട്ടും. ദൈവദാസന്മാർക്ക് വിരോധമായി സഭയ്ക്ക് നേരെ കൊടി പിടിച്ചാൽ തീർന്നു, കാര്യം തീർന്നു. അവനെ പിന്നെ നയിക്കുന്നത് ദൈവം അയക്കുന്ന ആത്മാവാ. നെബൂഖദ്നേസറിന്റെ മേളിലിരുന്ന നെബൂഖദ്നേസർ പിന്നെ അങ്ങോട്ട് ഫൈറ്റ് ചെയ്തോളും. ചുമ്മാന്നും ദൈവം ഒരു മനുഷ്യനെ ഉപദ്രവിക്കത്തില്ലപ്പാ. സ്നേഹിക്കുന്ന ദൈവമാണ്, ആദരിക്കുന്ന ദൈവമാണ്. 1 വർഷം കൂടെ നിൽക്കട്ടെ, 6 മാസം കൂടെ നിൽക്കട്ടെ, 3 മാസം കൂടെ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഒരു കാര്യം ഞാൻ ആമേൻ ആത്മാവിൽ വചനപ്രകാരം പറയുക, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവനെ കൂടെ സഞ്ചരിക്കരുത്. ദൈവദാസന്മാർക്ക് നേരെ കൊടി പിടിക്കൊണ്ട് നേരെ സഞ്ചരിക്കരുത്. ആത്മാവ് പകരും. 5-ാം പനി പിന്നെയും സഹിക്കാം. സ്തോത്രം. അവരെ കൂടെ സഞ്ചരിക്കരുത്. അവരെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കരുത്. അവരെ കൂടെ ഇരുന്ന് കൈയടിക്കരുത്. അതാണ് ആദ്യം സങ്കീർത്തനം എഴുതി തുടങ്ങുമ്പോൾ ദാവീദ് പറഞ്ഞത് എന്താ? 1-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആലയം വിട്ടുപോകാൻ ഒരാൾ തയ്യാറായാൽ പിന്നെ അവരെ പിറകെ പോകരുത്. വെറ്റിലെ കെട്ടും കൊണ്ട് അവൻ്റെ പിറകെ പോയി, ഇനിയിപ്പോൾ ക്രിസ്മസ് അല്ലേ, എന്തായാലും ഈ കേക്ക് കൊണ്ടുവച്ച് കൊടുത്ത് ഇനി സോപ്പിട്ടുകളയാ, പോവരുത്. ദൈവം കളഞ്ഞതാ. ദൈവം തള്ളിയവൻ്റെ പിന്നാലെ കേക്ക് പൊതിയും കൊണ്ട് പോകരുതെന്ന്. പോയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ദുരാത്മാവും കൂടെ കൊണ്ട് വീട്ടിനകത്ത് വരാം. സ്തോത്രം.
ഹല്ലേലൂയ. വായിച്ചേ 11:18. 11:18. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവ് 11:18. ആ, യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അതറിഞ്ഞു. അന്ന് നീ അവരുടെ പ്രവൃത്തികളെ എനിക്ക് കാണിച്ചു തന്നു. കാണിച്ചെന്നില്ലേ പ്രവൃത്തികൾ? അല്ലേ? ഇന്നലെ വരെ നമ്മുടെ അടുത്തിരുന്ന് കൂട്ടമായിട്ട് എന്തൊരു അന്യഭാഷയായിരുന്നു. കേട്ട് കഴിഞ്ഞാൽ ഇപ്പോ ദൈവം ഇറങ്ങി വരും പോലെയാ. കേട്ടില്ലേ പാസ്റ്റർ കുത്തിരി പിടിച്ചത്? അപ്പുറത്ത് കറിവേപ്പിലയുടെ ബൂട്ടിൽ പോയിരുന്ന് പാസ്റ്ററെ പറ്റി കുറ്റം പറഞ്ഞ കേട്ടില്ലേ? ദുരാത്മാവാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൂടെ വെള്ളം പോലും കുടിക്കരുത് അവന്റെ വീട്ടിൽ പോയാൽ. ദൈവം വെളിപ്പെടുത്തിയില്ലേ? കർത്താവ് എന്താ പറഞ്ഞേ? ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലൊക്കെ തത്തുവേനെ. കർത്താവ് രണ്ടോ പറഞ്ഞേ, എല്ലാവരും വാ തുറഞ്ഞു. 2-3 പേർ എൻ്റെ നാമത്തിൽ പറഞ്ഞേ. 2-3 പേർ. ആലയത്തിൽ നിറയെ ആൾ വരുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാം ശരിയുള്ളതൊന്നും അല്ല കേട്ടോ. ചിലത് ആലയം പൊളിക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. ചിലത് പണിയേ ഇല്ല, പണിയുന്നവരെ പണിയെ അനുവദിക്കത്തുമില്ല. സ്തോത്രം. നമ്മുടെ വിഷയം മറന്ന ഒരു നിത്യത. ഇന്നത്തെ വിഷയം നിത്യപരിഹാസം. നിത്യപരിഹാസത്തിൽ കൂടെ പോകുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ടെന്ന് രാത്രിയിൽ, ഒരുപാട് ദൈവമക്കളുണ്ടെന്ന് രാത്രിയിൽ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നറിയാമോ? ദൈവം തള്ളിക്കളഞ്ഞതിന്റെ പുറകെ പോയിട്ടാ. സ്തോത്രം. അല്ലയോ സഹോദരി, കണ്ടില്ലല്ലോ, വിട്ടേക്ക്. സഹോദരനെ കണ്ടില്ലല്ലോ, വിട്ടേക്ക്. ദൈവം തള്ളിയതാ. ദൈവം തള്ളിയതിന്റെ പുറകെ പോകരുത്. ആമേൻ. നോക്കിക്കേ 18-ാമത്തെ വാക്യം, നിങ്ങൾ മറന്നു പോകരുത്. 11:18. ഒരു വാക്യം എഴുതാതിരിക്കരുത്. യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ, യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ ഞാൻ അത് അറിഞ്ഞു. ദൈവം വെളിപ്പെടുത്തിയിട്ടും ആമ കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്ന അഭിഷക്തന്മാരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഭയിലെ അഭിഷക്തന്മാരെ മാറ്റി നിർത്തിയിട്ട് വേറെ കൂട്ടായ്മയ്ക്ക് പോകുന്ന അഭിഷക്തന്മാരെ, ഇന്ന് രാത്രി ഭയപ്പെടണം ദൈവദാസന്മാരെ. പണി വരുന്നുണ്ട്. ദൈവദാസൻ ചർച്ചിനകത്തുള്ള ദൈവ പൊട്ടനാകട്ടെ, ചെകടനാകട്ടെ, മോണ്ടിയാകട്ടെ, കറുപ്പനാകട്ടെ, സൗന്ദര്യമില്ലാത്തനാകട്ടെ, പക്ഷേ ദൈവഭക്തനെ ദൈവം സഭയ്ക്കകത്താക്കിയിരിക്കുമ്പോൾ അദ്ദേഹം അറിയാതെ നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പാളെ വിളിച്ചു പോലെ പ്രാർത്ഥന വയ്ക്കരുത്. ഹലോ, ഞാൻ ഈ വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ വിഷയം ചിന്തിച്ച് ദൈവാത്മാവ് എന്നോട് ഭയങ്കരമായി ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ദൈവമക്കൾ പരിഹാസത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് അഭിഷക്തന്മാർ പരിഹാസത്തിലേക്ക് പോകുന്നത്? ദൈവം തള്ളിക്കളഞ്ഞതിന്റെ പിന്നാലെ പോകരുത്. വിട്ടേക്ക്. വെളിപ്പെടുത്തി തന്നില്ലേ ദൈവം? വെളിപ്പെടുത്തിയില്ലേ? വെളിപ്പെടുത്തി തന്നില്ലേ? കിട്ടിയില്ലേ? നാളുകൾക്ക് മുമ്പേ ചേർത്ത് പിടിച്ച് ഇതെന്റെ സഹോദരി എന്ന് പറഞ്ഞില്ലേ? ഇതെന്റെ സഹോദരൻ എന്ന് പറഞ്ഞില്ലേ? ഇതെന്റെ അമ്മ എന്ന് ചൂണ്ടിക്കാണിച്ചില്ലേ? ചേർത്ത് പിടിച്ചില്ലേ? പക്ഷേ പിന്നത്തെ എന്തു പറ്റി? ചേർത്ത് എവിടെ വച്ച് പിടിച്ചോ അവിടെ വച്ച് നമ്മെ തള്ളിയില്ലേ? അപ്പോ ദൈവം മനസ്സിലാക്കി തന്നില്ലേ? എന്നിട്ടും അവരുടെ പിന്നാലെ സഞ്ചരിക്കരുത്. വിട്ടുകളാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ട ആളല്ല. സ്തോത്രം. നീതിമാനായിട്ടൊന്നും അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നമ്മുടെ മിനിയാഭിഷത്തിലെ വീട്ടിൽ ഞാൻ 2 പ്രാവശ്യം പോയി. രാത്രികളിൽ അവിടെ പോയിട്ട് കിടക്കയിടപെടലൊന്നുമല്ല കേട്ടോ. പോയി ഉടനെ തിരിച്ചെനിക്ക് ഇവിടെ വരണം. അന്ന് തന്നെ തിരിച്ച് 2ാം പ്രാവശ്യം പോയി. കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. നിലമേലെത്തിപ്പോൾ ഉറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് ശകലം ദൂരമല്ലേ ഉള്ളൂ. ഉറങ്ങിപ്പോയി. വണ്ടി നട റോട്ടിൽ നിന്നു. സ്തോത്രം. ആമേൻ. നട റോട്ടിൽ വണ്ടി നിന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വണ്ടി നല്ല സ്പീഡിൽ ആൾക്കാർക്കിങ്ങനെ അയ്യപ്പന്മാരെ വണ്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. വണ്ടി നട റോട്ടിൽ ലൈറ്റ് കിടക്കുന്നു. വണ്ടി ഓണാണ്. ക്ലച്ചും ബ്രേക്കിലും കാലിരിപ്പുണ്ട്. വണ്ടി നട റോട്ടിൽ. ഞാൻ നല്ല ഉറക്കോ. 2 സെക്കൻഡ് എൻ്റെ ഗ്ലാസ്സിലാരും തട്ടി. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നപ്പോൾ വണ്ടി നടുക്കുക. അദ്ദേഹം തന്നെ പെട്ടെന്ന് എന്തൊക്കെ പറഞ്ഞു. അവൻ ഡോറങ്ങ് തുറന്നു. സ്തോത്രം.
വണ്ടി ഓഫ് ചെയ്തു. ഞാൻ പറയട്ടെ, ആമേൻ. ദൈവവൈതലേ, ദൈവത്തെ പ്രസംഗിക്കുന്ന നിന്നെ, ദൈവത്തെ സാക്ഷിക്കുന്ന നിന്നെ സൂക്ഷിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യനെ വിശ്വസിക്കരുത് കേട്ടോ, ഒരെണ്ണത്തിന്. പക്ഷേ നെട്ടും ബോൾട്ടുമുള്ള വണ്ടിയെ വിശ്വസിക്കും, അതിനെ സ്നേഹിക്കണം, അതിന് കുറവുള്ളതൊക്കെ നീ ചെയ്യണം, ചതിക്കില്ല. സ്തോത്രം. ഇതിന് നെട്ടും ബോൾട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്നേഹിച്ച് തലയോടിയാൽ നിന്നെ ഏത് കുരുക്കിനകത്തുനിന്ന് അത് കൊണ്ടുവരും. ആമേൻ. ഈ വർഷം ഈ ഡിസംബർ മാസം എത്ര പ്രാവശ്യം ഉറങ്ങിപ്പോയെന്നറിയാം വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആമേൻ. അതിൻ്റെ അർത്ഥം ഞാൻ പറയട്ടെ, പോയതിൻ്റെ പിന്നാലെ ഷാജി പാസ്റ്റർ പോയിട്ടില്ല. ഹല്ലേലൂയ. വീട്ടുകളാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൂത് പറയുക, ആമേൻ, വീട്ടുകളാ. ആമേൻ. പോയത് പോട്ടെ, വിട്ടുകളാ. ദൈവസന്നിധിയിൽ ഈ വർഷം, ആമേൻ, അവസാന മണിക്കൂർ വരെ സൂക്ഷിച്ച ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, മഹത്വപ്പെടുത്താൻ കഴിയാത്ത, ആമേൻ, ജനത്തെ വിട്ടുകളാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ചില കേട്ടുകൾ പൊട്ടി മാറട്ടെ. ശബലപരഗതുനി. യേശുവിന്റെ നാമത്തിൽ ആമേ, ആലയത്തിന് നേരെ നിന്നവന്റെ പിന്നാലെ പോകരുതേ. ഹല്ലേലൂയ. വീട്ടൊഴിഞ്ഞ് നടക്ക്. അവനെ ആമേൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ദൈവമല്ല. ആമേൻ. നെബൂഖദ്നേസറിനെ പോലെ ഉള്ളവരെ ദൈവം അവിടെ ആക്കി വച്ചിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? പൂമാലയിട്ട് സ്വീകരിക്കാനല്ല, അസ്ഥിവാരം വരെ കുളം തോണ്ടാനാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നെബൂഖദ്നേസർ ആരെന്നറിയാമോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നല്ല ശക്തൻ. ഹല്ലേലൂയ. അദ്ദേഹമൊക്കെ ഇറങ്ങിയോട് നിന്ന് കഴിഞ്ഞാൽ പുസ്തകമൊക്കെ വായിക്കണം കേട്ടോ വിദ്യാർത്ഥികൾ. നെബൂഖദ്നേസർ രാജാവിൻ്റെ ആമേൻ സ്തോത്രം വ്യാഖ്യാന പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് വായിക്കണം കേട്ടോ. അങ്ങോട്ട് ദാനിയേലിൻ്റെ വ്യാഖ്യാന പുസ്തകമൊക്കെ നോക്കുമ്പോൾ ചരിത്ര പുസ്തകങ്ങളുണ്ട്, വാങ്ങണം. അത് വില കുറവാണ് കേട്ടോ. 25,000-30,000 രൂപയൊക്കെ വിലയുള്ളൂ. ഒന്ന് വാങ്ങിച്ച് വായിക്കണമെന്നേ. തങ്കമാര് ചിന്തിക്കുക, ഈ പാസ്റ്റർ എന്താ പറയുന്നത്? 300 രൂപയെന്ന് വിചാരിച്ചായി, 25,000-30,000 വിലയുള്ളത്. തങ്കമാര് ഇതൊന്നും പാസ്റ്റർ എന്താ ചുമ്മാ പറയുന്നത്? ഇല്ലാൻറ്റി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 15,000 രൂപയുടെ പുസ്തകം ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറയട്ടെ, വേറൊന്നുമില്ല, ദൈവം നമുക്ക് ചിലരൊക്കെ അറിയണ്ടേ. ഇതൊക്കെ ആരാ? സീസസ് മഹാരാജാവ് അറിയാമോ? അദ്ദേഹത്തിന് ഇരുമ്പ് രഥങ്ങൾ എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, ഉലകത്തെ ചവച്ചരയ്ക്കത്തക്ക തലത്തിൽ ഇരുമ്പ് പല്ലുകൊണ്ടുള്ള ഇരുമ്പ് രഥങ്ങളെ, 250 ഇരുമ്പ് രഥങ്ങളെ തന്റെ ജനത്തിന് നേരെ അഴിച്ചുവിട്ട വ്യക്തിയാണ് സീസസ് മഹാരാജാവ്. സീസസിന്റെ കാലഘട്ടം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രഥമുള്ള മനുഷ്യനാണ് അദ്ദേഹം. അത് ആ മനുഷ്യനെ മൃഗീയമായി കൊല്ലത്തക്ക തലത്തിൽ തന്റെ രഥചക്രത്തിനകത്ത് വാളുകൾ കൊണ്ട് മെനയപ്പെട്ട ചക്രങ്ങൾ, നമ്മുടെ കറങ്ങുന്ന സീലിംഗ് ഫാൻ പോലെ ഈ ചക്രം എവിടെയെല്ലാം സഞ്ചരിക്കും അവിടെയെല്ലാം ശൂന്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. സമയം മുമ്പിലോട്ട് പോകുന്നു, ഇത് തീരത്തില്ല. ആമേൻ സ്തോത്രം. ഒന്നുകൂടെ അഭിഷേകത്തെ വാക്യം വായിച്ചേ, 18-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചേ, 19 വായിച്ചോ. യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാനത് അറിഞ്ഞു. അന്ന് നീ അവരുടെ പ്രവൃത്തികളെ എനിക്ക് കാണിച്ചു തന്നു. ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു. അവന്റെ പേർ ആരും ഓർക്കാതെ ഇരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടുകൂടി നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിച്ചു കളക എന്നിങ്ങനെ അവരുടെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതുമില്ല. വായിക്കുമ്പോൾ ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കുമ്പോൾ ഈ 18, 19, 20, 21 ആമേ 21 വാക്യം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തമായിട്ട് വായിക്കണം. സ്തോത്രം. അതിനകത്ത് എഴുതിയിരിക്കുന്ന ദൂതുകൾ, പ്രൈസ് ദി ലോർഡ്. ഈ വചനം പറയുന്നത് ചിലരൊക്കെ എത്ര ദൈവം പറഞ്ഞാലും മനസ്സിലാക്കാത്തവരാണ്, എത്ര കിട്ടിയാലും മനസ്സിലാകത്തില്ല. പക്ഷെ ഇന്ന് രാത്രി വചനം ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് പറയുക, ഒരു വ്യക്തിയെ നമ്മുടെ മുമ്പിൽ ദൈവം നമ്മുടെ കണ്ണുകൊണ്ട് വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ, ആമേൻ സ്തോത്രം, വിട്ടുമാറിക്കൊള്ളണം. സ്തോത്രം. നിങ്ങൾക്കറിയോ, ആമേൻ, ഈ യേശുവിനെ അറിഞ്ഞ ശേഷം എൻ്റെ അമ്മ എനിക്കെതിരായിരുന്നു. 1-2 വർഷമല്ല മാറിയിരുന്നത്, ഒത്തിരി വർഷങ്ങൾ എനിക്കവരെ കാണുന്നതിനെ വെറുപ്പായിരുന്നു. എൻ്റെ ദൈവത്തെക്കാൾ ഈ ഭൂമിയിൽ ആരുമില്ല. സ്തോത്രം. അതിനെ ചുമന്നത് കൊണ്ടാണ്
ഇന്ന് എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരെല്ലാം മണ്ണടിയിൽ കിടന്നപ്പോഴും എന്നെ കർത്താവ് നിർത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ആമേൻ. എല്ലാത്തിനേക്കാളും ഞാൻ കർത്താവിനെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അമ്മ എനിക്കെതിരായത് കൊണ്ട് ഞാൻ അവരങ്ങ് വിട്ടു. വയ്ക്കോ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. പക്ഷേ സ്തോത്രം, യോസേപ്പിൻ്റെ ജീവിതം പോലെ ആമേൻ, ലാസ്റ്റ് എല്ലാം കലങ്ങി തെളിഞ്ഞു വന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. കർത്താവിന് നിമിത്തം എന്തെങ്കിലും നിന്ന് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആമേൻ, അതിൻ്റെ ആദിങ്കൽ കയ്പാണെങ്കിലും അന്ത്യമോ മധുരമെത്രേ. ആദിങ്കൽ കയ്പാണേലും അന്ത്യമോ മധുരമെത്രേ. ആദിങ്കൽ കയ്പാണേലും അന്ത്യമോ മധുരമെത്രേ. പരപരമേശ വരമരുളേശ നീയത്രേ എൻ്റെ രക്ഷാദാനോ. പരപരമേശ വരമരുളേശ നീയത്രേ എൻ്റെ രക്ഷാദാനോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പാട്ടൊക്കെ അറിയാമോ? പണ്ടത്തെ പിതാക്കന്മാരും മാതാക്കന്മാരും പ്രഭാതത്തിൽ എണീറ്റിരുന്ന് പാടുന്ന പാട്ടുകളെ ഒന്ന് കേട്ട് നീ തന്റെ രക്ഷാദാനം ഈ ഉലകത്തിലുള്ള എല്ലാവരും നമ്മെ കൈവിട്ട് മാറിപ്പോകുമ്പോഴും നമ്മുടെ എല്ലാ തേജസ്സും ഓജസ്സും തീർന്നു എന്ന് പറയുമ്പോൾ, എല്ലാവരും മാറിപ്പോകുമ്പോൾ, പലരും അവരുടെ സ്നേഹത്തെ പിൻവലിക്കുമ്പോൾ മാറണ്ട കേട്ടോ. ഇന്ന് രാത്രി സ്നേഹിക്കുന്നവരെ, ആദരിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഇതിനകത്തേക്ക് നിങ്ങളോട് സാക്ഷ്യം പറയാൻ പറയുന്നത്, സാക്ഷ്യം പറയാനുണ്ട്. ഈ വർഷം എത്ര അപകടം നടന്നു. തങ്ങന്മാരേക്ക് എന്നെ ഓർമ്മയിൽ എത്ര നടന്നെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മാറി അടുത്ത് വേറൊന്ന്, അടുത്ത് മാറി അടുത്ത് വേറൊന്ന്. എന്തുമാത്രം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സാക്ഷ്യം പറഞ്ഞാൽ ഇന്നും തീരത്തില്ല, നാളെ തീരത്തില്ല. ആമേൻ. ദൈവം നടത്തിയില്ലേ? എത്രയോ പേർ ഈ ഭൂപരപ്പിന്ന് മാറിപ്പോയെന്നേ. ഹല്ലേലൂയ. നമ്മെ തുച്ഛീകരിച്ചു. പക്ഷെ ദൈവം പറയുന്നു, 18-ാമത്തെ വാക്യം, ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുക. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കും. ചിലത് വെളിപ്പെടുത്തിയാൽ അതേപോലെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ ചെയ്യണം കേട്ടോ. ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് ദൈവം എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ അതുപോലെ നിങ്ങൾക്ക് തന്നത് കാഴ്ചപ്പാടാത്. ദൈവം അതെനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്നിട്ട് വെളിപ്പാട് കിട്ടിയിട്ടും അവരെ പുറകെ ഇങ്ങനെ ഞുണഞ്ഞു പോയാൽ അടി കിട്ടും അടുത്ത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തള്ളിയതിനെ കള വിട്ടേക്ക്, അതിൻ്റെ പിന്നാലെ പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഒരു ആലോചന വചനപ്രകാരം വിളിച്ചു പറയട്ടെ. അത് നിന്റെ സഹോദരനാണെങ്കിലും വിട്ടേക്ക്. കർത്താവ് എന്താ പറഞ്ഞേ? യേശു എന്താ പറഞ്ഞേ? എൻ്റെ നാമനിമിത്തം പറഞ്ഞേ ഇതൊക്കെ നിങ്ങൾ വിടേണ്ടി. എന്തൊക്കെ? അമ്മയെ വിടേണ്ടി വരും, അപ്പനെ വിടേണ്ടി വരും, സഹോദരങ്ങളെ വിടേണ്ടി വരും. ആമേൻ. ഹല്ലേലൂയ. വചനത്തിലില്ലാത്തതല്ല ഇത്. പലതും വിട്ടുപിടിക്കേണ്ട നാഴിക കഴിഞ്ഞു പോയി. അതാ പലതും ഇന്ന് രാത്രിയിലും പോയില്ലെന്നേ ഉള്ളൂ, പ്രാപിച്ചില്ലെന്നേ ഉള്ളൂ. എന്താ കാര്യം? അഭിഷേകമുള്ളവൻ, അഭിഷേകം പ്രാപിക്കാനുള്ളവൻ അഭിഷേകമില്ലാത്തവന്റെ പുറകെ നടക്കരുത്. അഭിഷേകമുള്ളവനോട് സംസാരിക്കണം. അഭിഷേകമുള്ളവനോട് കൂട്ടുകെട്ടണം. അഭിഷേകമുള്ളവനോട് സംസാരിക്കുക. കൃപയുള്ളവനോട് സംസാരിക്കണം. കൃപയില്ലാത്തവൻ കൃപയുള്ളവനോട് സംസാരിക്കാൻ പോകരുത്, പെട്ടുപോകും. സ്തോത്രം. അടുത്തൊരു വാക്യത്തിലേക്ക് വരുന്നു. യിരെമ്യാവ് 49, 13 മുതൽ 17 വരെയുള്ള വേദാംശത്തിലേക്ക് വരുമ്പോൾ, യിരെമ്യാ പ്രവാചകനിലേക്ക് വരുന്നൊരു ദൂത് 49-ന്റെ 13 മുതൽ 17 വരെയുള്ള വേദാംശം വായിച്ചു. ബൊസ്ര സ്തംഭനവും നിന്ദയും ശൂന്യവും ശാപവുമായി ഭവിക്കും. അതിന്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായി തീരുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഒരുമിച്ച് കൂടി അതിന്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയിങ്കൽ നിന്ന് കേട്ടു. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചെറിയവനും മനുഷ്യരുടെ ഇടയിൽ നിന്ദിതനുമാക്കും. പാറപ്പിളർപ്പുകളിൽ പാർത്ത കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ, നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു.
നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഏദോം സ്തംഭന വിഷയമായി തീരും. അതിനരികത്തുകൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച അതിന്റെ സകല ബാധകൾ നിമിത്തം ചൂളകുത്തും. വ്യാഖ്യാനിക്ക് ഒത്തിരി വ്യാഖ്യാനങ്ങൾ എനിക്കുണ്ട് ഇതിനകത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക. ദൈവം തുടങ്ങിക്കഴിഞ്ഞു. ദൈവത്തിന്റെ ചാർട്ട് നിവർത്തി. ദൈവത്തിന് വിരോധമായി കൊടി പിടിച്ചവന്റെ എല്ലാം മുഖം ചൂളിപ്പോകാൻ പോകുകയാ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അഭിഷക്തൻ സ്നാനപ്പെട്ടവർ എല്ലാം ഇരിക്കുന്നത് എല്ലാവരും സ്നാനപ്പെട്ട അഭിഷക്തന്മാരാ. ആമേൻ, സ്തോത്രം. ഞാൻ എല്ലാവരെയും കൂടുതൽ അഭിഷക്തന്മാരെന്നാണ് വിളിക്കുന്നത്. ഇന്ന് രാവിലെ ഒരാൾ മദ്യപിച്ച് റോഡിൽ നിൽക്കുകയായിരുന്നു. പുള്ളി ഇങ്ങോട്ട് മാറി നിന്ന് എനിക്ക് വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യായിരുന്നു. പുള്ളി ഒരു കയ്യിൽ മുണ്ട് ഇരിപ്പുണ്ട്, ആമേൻ, ഒരു കയ്യിൽ മറ്റേ കയ്യിൽ ചെരുപ്പ് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, പൊന്ന അഭിഷക്തനെ ഒന്ന് മാറി നിൽക്കൂ. മനസ്സിലായില്ല. അഭിഷക്തനെ ഒന്ന് മാറി നിൽക്കൂ. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ എനിക്കാണ് പ്രശ്നമെന്ന് വിചാരിച്ചു. അവരെൻ്റെ വാഹനത്തിൽ നോക്കി, എന്നെയും നോക്കി. ഇദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു. സഹോദരൻ ഒന്ന് മാറിയതില്ലേ? അപ്പോൾ അടുത്ത് വേറൊരാൾ വന്നു. അപ്പം ഞങ്ങട്ട് ഏത് പള്ളിയിലാണ് പോകുന്നത്? ഞാൻ CSC കാരനെ. അടുത്ത് ബ്രദറെ ഒന്ന് മാറിയിക്കോ. അപ്പോൾ എല്ലാവരും കൂടെ വന്നു. അണ്ണാന്ന് വിളിച്ചെങ്കിൽ ആരും വരില്ലായിരുന്നു. മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ അഭിഷേകം പ്രാപിച്ചവരും പള്ളിയിൽ പോകുന്നവരും വെളിയിറങ്ങിയ ചേച്ചിയാണ് അന്ന് വിളിച്ചതായിരുന്നു. അഭിഷക്തനെ എന്ന് വിളിച്ചങ്ങോട്ട് സംബോധന ചെയ്ത് നോക്കിയേ. ഇങ്ങനെ മതം പൊട്ടി വരുന്നത് അവിടെ നിൽക്കും, അവിടെ നിർത്തും ദൈവം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും വളരെ സ്നേഹത്തോടെ ഈ 13-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു, ഏതോ പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തംഭ വിഷയമായി തീരും. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ, ദാനിയേലിൽ വരുമ്പോൾ ഏദോമിനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 60 പറയുന്നു, ഏദോമിലെ ചെരുപ്പിനെ എറിഞ്ഞു കളയും. ദൈവത്തിന്റെ പ്രവർത്തിക്കായി ദൈവത്തിന്റെ സഭ എണീക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ദൈവമൈതലേ, പലരും സ്തംഭിച്ചു നിൽക്കുക. ഇന്നലകളിൽ ദൈവം ഉയർത്തിയത്, ഇന്നലകളിൽ ദൈവം സന്ദർശിച്ചിട്ടും പലതും ഇന്ന് രാത്രിയിലും ദൈവശബ്ദത്തിന് വേണ്ടി മുഴങ്ങാൽ മടക്കേണ്ട സമയത്ത് പലതും സ്തംഭിച്ചതിന്റെ പിന്നാലെ വെക്കൊണ്ടിരിക്കുന്നത്. പോകരുത്. ദൈവം നിർത്തിയതാ. ദൈവത്തെ വിട്ടുമാറുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം എല്ലാം അടയ്ക്കും ദൈവം. ആമേൻ, സ്തോത്രം. ചിലർ കേട്ടിട്ടുണ്ട്, ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് പുതിയ വഴികൾ തുറന്നു. ഞാൻ ചിരിച്ചു. സഹോദര, അഭിഷക്തനെ കുഴപ്പമില്ല, കർത്താവ് തുറന്ന വഴിയല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്നാൽ ഒരു 2 ആഴ്ച കഴിവ് പറയും, ഒന്ന് പ്രാർത്ഥിക്കണേ അഭിഷക്തനെ. വഴികളൊക്കെ അടഞ്ഞു തുടങ്ങി. ആമേൻ. സാത്താൻ പറ തുറന്നു കൊടുത്തു. കുറച്ച് കഴിഞ്ഞാൽ വിളിക്കുക, ഒന്ന് പ്രാർത്ഥിക്കണേ. ആമേൻ. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ സാത്താന്റെ വായിൽ നിന്ന് വിടിയിപ്പാൻ ആർക്കും കഴിയില്ല. അതാണ് യെശയ്യാ പറഞ്ഞത്, ഞാൻ നിന്നെ തൂക്കിയെടുത്ത് ചുഴറ്റിയെറിയും, വിടിയിപ്പാൻ ആരും കാണാത്തൊരു ദിവസം വരാൻ പോകുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ചൂളകുത്തുന്ന ദിവസം. ആമേൻ. ദൈവത്തെ ഭയമില്ലാതെ ദൈവസന്നിധിയിൽ മുഴക്കാൽ മടക്കാത്ത ജനത്തെ ചൂളകുത്തുന്ന ചൂള അറിയാമോ? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളൊക്കെയും താളടിയാകും. എല്ലാം ഈ ചൂളക്കകത്തെ കത്തിക്കയറുമെന്ന് ആമേ പ്രവാചകനായി വിളിച്ചു പറയുമ്പോൾ ചൂള പോലൊരു കത്തുന്ന ഒരു സമയം വരാൻ പോകുന്നു. 26, 25 പോലെ അല്ല. ആമേ, ജൈവജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. 25-ൽ എത്ര ഉപവസിച്ചു, എത്ര ആമേ നോമ്പ് നോറ്റി, അതറിയത്തില്ല. ആമേ, എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചു, അതും അറിയത്തില്ല. സമർപ്പണം, അതും അറിയത്തില്ല. ആമേ, എന്നാൽ ഇതൊന്നും പോരാ. 26-ൽ കുറച്ചുകൂടെ പ്രാർത്ഥിക്കേണ്ടതായുണ്ട്. സ്തോത്രം. 26-ൽ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. വായ്ത്തത്വങ്ങളുണ്ട്, പക്ഷേ കേറണമെങ്കിൽ പ്രാർത്ഥനയില്ലാതെ കേറാൻ കഴിയില്ല. പ്രാർത്ഥനയില്ലാതെ നിൽക്കാൻ കഴിയത്തില്ല. ആമേ, സ്തോത്രം. ഇരമ്യാവ് 50:13, ഇരമ്യാവ് 50:13, ഇരമ്യാവ് 51:37. ആമേ, സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകം
29:8. ആമേൻ, സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 15. ഇയ്യോബിന്റെ പുസ്തകം 16 അതിന്റെ 4-ാമത്തെ അധ്യായം. ആമേൻ, സ്തോത്രം. 4-ാമത്തെ വാക്യം. ആമേൻ, സങ്കീർത്തനങ്ങൾ 22 അതിന്റെ 7. മത്തായി 27 ആമേൻ 39-ാമത്തെ വേദാംശം. മാർക്കോസ് 15:29. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദത്തിലേക്ക് നിന്റെ ചെവിയൊന്ന് കോർക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ആമേ, ശത്രു പലപ്പോഴും പ്രബലനായി നിന്റെ മുമ്പേ ചാടി വീഴുമെന്ന് നീ പേടിക്കണ്ട. അവന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ കാലഗതികളെ പിടിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അത് ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്ന എത്ര പേര് ഇന്ന് രാത്രി ഉണ്ട്? ഹല്ലേലൂയ. ചിലർക്ക് നിത്യ പരിഹാസം വരാൻ പോകുന്നു. ദൈവസഭയ്ക്ക് നേരെ, ദൈവമക്കൾക്ക് നേരെ. ദൈവകുഞ്ഞേ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഒരു സമയത്ത് ദൈവസഭയ്ക്ക് നേരെ നിന്ന ആളാ ഞാൻ. ആമേ, ഇന്ന് എനിക്കൊന്ന് ഓടാൻ പോലും കഴിയാത്ത സ്ഥിതിയാ. അറിയോ, ദൈവസഭയ്ക്ക് നേരെ നിന്ന് എന്നെ, ദൈവദാസന്മാർക്ക് നേരെ നിന്ന് എന്നെ, പ്രാർത്ഥിക്കുന്നവരെ അവർക്ക് നേരെ നിന്ന് എന്നെ ദൈവം ഓടിച്ചു. ആമേൻ, സ്തോത്രം. ഇനി വാരിയെല്ലും നട്ടെല്ലും പോയിട്ട് ബാക്കിയെല്ലാം ദൈവം ഓടിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഓടാൻ കാലുകളില്ല. ഒരു സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേ, ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. അത്ര സ്ഥിതിയിലാണ് എൻ്റെ കാലും ശരീരങ്ങളും. ഞാൻ പറയട്ടെ, ദൈവത്തെ ഒരു സമയത്ത് ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എതിരായി നിന്ന് എന്നെ കർത്താവ് പൂട്ടിയെങ്കിൽ ഈ രാത്രി അത് ദൂതായി ഞാൻ പറയുക, ദൈവസഭയ്ക്ക് നേരെ ആര് നിൽക്കുമോ ദൈവം വിടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവഭക്തനെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. ആ ദൈവഭക്തൻ്റെ വാക്കുകൾക്കകത്ത് നിൽക്കാൻ ആമേ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ മുൻപിലോട്ട് പൊയ്ക്കോ. നമ്മുടെ കുറിവാക്യ യിരെമ്യാവിന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവർ അവരുടെ ദേശത്ത് ശൂന്യവും പരിഹാസവും ആകുന്നു. അതിൽ കൂടി കടന്നു പോകുന്ന ഏവനും സ്തംഭിച്ച് തലകുലുക്കും. സ്തംഭിച്ച് തലകുലുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരുത്തനെ തൊട്ട് കഴിഞ്ഞാൽ, ദൈവം ഒരു വ്യക്തിയെ ശത്രുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കിടന്ന് പ്രാർത്ഥിക്കരുത്. സ്തോത്രം. അതിനകത്ത് കിടന്ന് ആമേൻ ഒരു ദൂതോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക.